നോവൽ എഴുതാൻ നേരത്ത്, ആദ്യത്തെ നോവൽ ചാവുനിലം എന്ന നോവൽ എഴുതാൻ നേരത്ത് അതിലൊരു വല്ലാത്തൊരു അനുഭവം എനിക്കുണ്ടായി. അപ്പോൾ ആ സമയത്ത് ഞാൻ വരയ്ക്കാൻ ശ്രമിച്ചിരുന്ന 76-77 കാലഘട്ടങ്ങളിൽ കലാപീഠത്തിൽ വരികയും അവിടെ ഇരുന്നിട്ട് അവിടെ ഒരു വലിപ്പം വരും അങ്ങനെ സ്കെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാലമുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു ബന്ധു, അതിക്രൂരനായ ഒരു മനുഷ്യൻ, എല്ലാ ദിവസവും അതിഭീകരമായിട്ട് മദ്യപിക്കുകയും വീട്ടിൽ വന്ന് ഭാര്യയും മക്കളെ തല്ലുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ. എല്ലാ ദിവസവും പുള്ളി ഒരു ഫാൻറ്റസിയിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. എല്ലാ ദിവസവും ചെടിക്കടിക്കാൻ വെച്ച പരാമറോ അതുപോലുള്ള എന്തൊരു വിഷം എടുത്ത് നാവിൽ വയ്ക്കും. പുള്ളിയുടെ വിശ്വാസം പലവട്ടം ഇത് ചെയ്തു കഴിഞ്ഞാൽ മരണത്തെ മറികടക്കാൻ പറ്റും, സൂപ്പർ ഹ്യൂമൻ ആകാൻ പറ്റും, മരിക്കാതിരിക്കും എന്നൊക്കെ വലിയൊരു അന്ധവിശ്വാസം. വലിയ വിദ്യാഭ്യാസമുള്ള ആളൊന്നും ആയിരുന്നില്ല, അങ്ങനൊരു അന്ധവിശ്വാസം അയാൾക്ക് ഉണ്ടായെന്ന് തോന്നുന്നു. പക്ഷെ ഒരു ദിവസം ഇത്തിരി എടുത്ത് കൂടുതൽ കഴിച്ച ആൾ ചത്തുപോയി. മരിച്ചില്ല, കിടന്നുപോയി. പക്ഷേ ഒരു വേനൽക്കാലത്താണ് ഇയാൾ മരിക്കുന്നത്. മരിക്കാൻ നേരത്ത് വീട്ടിൽ ഡെഡ് ബോഡി കൊണ്ടുവന്നു. വേനലാണ്, പക്ഷേ വല്ലാതെ മഴ പെയ്യാൻ തുടങ്ങി. മഴ എന്ന് പറഞ്ഞാൽ പേമാരി. എറണാകുളത്തെ അവസ്ഥ അറിയാലോ. അതാണെങ്കിൽ ഒരു താഴ്ന്ന പ്രദേശമാണ്. വലിയ പന്തലൊക്കെ കെട്ടി പന്തലിടിഞ്ഞു വീണു, വെള്ളം പൊങ്ങി, ആർക്കും അടുത്തൊന്നും നിൽക്കാൻ പറ്റുന്നില്ല. പള്ളിയിൽ അച്ഛന്മാർ വരുന്നില്ല, ബോഡി എടുക്കാൻ വരുന്നില്ല. കാരണം ആത്മഹത്യയാണല്ലോ ഫലത്തിൽ. ഒടുക്ക സന്ധ്യ ആയപ്പോൾ ഇതെല്ലാം അച്ഛന്മാരൊക്കെ വന്നില്ല എന്നൊക്കെ വരുത്തി ഡെഡ് ബോഡി പൊക്കി സെമിത്തേരിയിലേക്ക് കൊണ്ടുപോയി. സെമിത്തേരിയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെയും വെള്ളം കയറിയിരിക്കുക, കുഴിച്ചിടാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷെ ഇത് എങ്ങനെയെങ്കിലും ഒഴിവാക്കണമല്ലോ, എത്ര പ്രിയപ്പെട്ട ആളാണെങ്കിൽ ഇതിനെ ഒഴിവാക്കണമല്ലോ. അങ്ങനെ കുഴി പോലെ എന്തോ ഉണ്ടാക്കിയിട്ട് ആ വെള്ളത്തിലേക്ക് ഇത് തട്ടിയിട്ട് മൂടിയിട്ട് എല്ലാവരും കൂടി പോകുന്നുണ്ട്, ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അവിടെയാണ് എനിക്ക് പറയാനുള്ള, എന്നെ ഇൻസ്പയർ ചെയ്ത എന്ന് പറയാവുന്ന ഒരു കാര്യം നടക്കുന്നത്. വീട്ടിൽ വന്നപ്പോൾ മരിച്ച മനുഷ്യന്റെ ഭാര്യയ്ക്ക് ചെങ്കണ്ണ്, മക്കൾക്ക് ചെങ്കണ്ണ്, ആ വീട്ടിൽ 3-4 പേർക്ക് ചെങ്കണ്ണ് മാത്രമല്ല, ഈ മരിച്ച വീട്ടിൽ വന്ന 4-5 പേർക്ക് വേറെയും ചെങ്കണ്ണ്. ഒരു 10-16 പേർക്ക് ചെങ്കണ്ണ് ദിനം വന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ അവിടെ നിന്നാണ് ഞാൻ ചാവുനിലം എഴുതി തുടങ്ങുന്നത്. അതായത് വളരെ അസാധാരണവും മാജിക്കലുമായിട്ടുള്ള ഒരു കാര്യമാണ് ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചാവുനിലം എന്ന നോവലിൽ ഒരു ഗ്രാമത്തിൽ മുഴുവൻ ചെങ്കണ്ണ് ദീനം പടർന്നു പിടിക്കുന്നതിനെ കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഈ ഒരു ദൃശ്യത്തിൽ നിന്നാണ്, ദൃശ്യഖണ്ഡത്തിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത്. പക്ഷെ പിന്നീട് പിൽക്കാലത്ത്, ആദ്യം ഇതിന് വായനക്കാരുണ്ടായിരുന്നില്ല, പിൽക്കാലത്ത് വായനക്കാരുണ്ടായപ്പോൾ അവർ പറഞ്ഞു ഇത് മാർക്വേസിന്റെ 100 Years of Solitude ഒക്കെ വായിച്ചിട്ടൊക്കെ വന്നതാണ് എന്നൊക്കെ പറഞ്ഞു. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉരുവായി വന്നൊരു കാര്യമാണത്. അപ്പൊ അങ്ങനെ ഈ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഉരുവായ ഒരു ദൃശ്യം അല്ലെങ്കിൽ ഒരു ദൃശ്യഖണ്ഡം, അതിൻ്റെ ഒരു തുടർച്ച, ഇതിൽ നിന്നൊക്കെയാണ് മിക്കവാറും എൻ്റെ എഴുത്ത് വരാറുള്ളത്. ഇതിൻ്റെ ഏതാണ്ട് ഈമായവ് എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഒരു പശ്ചാത്തലം ഏതാണ്ട് ഇതിൽ നിന്ന് പിടികിട്ടുമായിരിക്കും. അത് എവിടെ നിന്നാണ് വന്നതെന്നുള്ള കാര്യം ഏതാണ്ട് പിടികിട്ടുമായിരിക്കും. ഇതാണ് എൻ്റെ ഒരു ഇൻസ്പിറേഷൻ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് എഴുത്തിലേക്ക് വരുന്നത് എന്നുള്ള ടോം ചോദിച്ചൊരു ചോദ്യം.